ഞങ്ങൾക്ക് വെള്ളം നൽകിയില്ലെങ്കിൽ ഇന്ത്യയെ ആക്രമിക്കും, ഇന്ത്യ യുദ്ധത്തിന് ഒരുങ്ങിക്കൊള്ളൂ എന്ന് പറയുന്നത് കേട്ടു. പക്ഷെ ഇന്നലെ വൈകുന്നേരമായപ്പോൾ അങ്ങനെയാണെങ്കിൽ ഡാം തന്നെ തുറന്നു വിട്ടിരിക്കുകയാണ് അല്ലേ? ഇപ്പോൾ വലിയ രീതിയിലുള്ള വെള്ളപ്പൊക്കത്തിലേക്ക് പാക് അധിനിവേശ കാശ്മീരിന്റെ പല മേഖലയിലും അകപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ വെള്ളം ചോദിച്ചപ്പോൾ വെള്ളം കൊടുത്തിട്ടുണ്ടല്ലേ? എന്തായാലും ശ്രീജിത്ത് വളരെ രസകരമായിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്നലെ ഉറി ഡാം ഇന്ത്യ തുറന്നു വിട്ടതായിട്ടാണ് ഇപ്പോൾ കിട്ടുന്ന വാർത്തകൾ. അത് മനഃപൂർവ്വമാണ്, ജലയുദ്ധം തന്നെയാണ് ഇന്ത്യ നടത്തുന്നത്. അപ്പോൾ ആദ്യം വെള്ളം ഞങ്ങൾക്ക് വേണം എന്നുള്ളൊരു വാദമായിരുന്നു. ഇപ്പം എന്തായാലും ഡാം തന്നെ ഇന്ത്യ തുറന്നു വിട്ട്, ഒരു ഡാം തുറന്നു വിട്ടപ്പോഴേ അവിടെ മൊത്തം തീർന്നു. അപ്പോൾ ഈ ഒരു ഡാമിൽ ഉള്ള ഒരു കാര്യമേ ഉള്ളൂ ശരിക്കും ഇന്ത്യക്കുള്ളത്, അതായത് ഒന്ന് ചൂണ്ടിയാൽ തീരാവുന്നതേ ഉള്ളൂ. പറയുന്നത് മുന്നറിയിപ്പില്ലാതെ തുറന്നു വിട്ടു, നിങ്ങൾ എന്താണ് കാണിച്ചതെന്ന്. അപ്പൊ നേരത്തെ വെള്ളമില്ല, ഞങ്ങൾക്ക് വെള്ളം വേണം, വെള്ളം എന്നാ പിന്നെ വെള്ളത്തിൽ കിടക്കട്ടെ. അപ്പൊ ഇന്ത്യയോട് കളിച്ചാൽ ഇങ്ങനെയൊക്കെ ഉള്ളൂ, ഒരു ഡാം തുറന്നു വിട്ടാൽ തീരാവുന്നേ ഉള്ളൂ പാകിസ്ഥാൻ. ഏതായാലും ഉറി ഡാം തുറന്നു വിട്ടു. ഇതിന്റെ പിന്നാലെ ചലം നദിയിൽ വെള്ളപ്പൊക്കം ഉണ്ടാവുകയും തുടർന്ന് പാക് അധീന കശ്മീരിലെ വിവിധ പ്രദേശങ്ങൾ ജലത്തിനടിയിലാവുകയും പ്രദേശവാസികളെ എല്ലാം കുടിയൊഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രദേശങ്ങളിലെ ജനങ്ങൾ എത്രയും വേഗം സുരക്ഷിതമായിട്ടുള്ള മേഖലയിലേക്ക് മാറണം എന്നൊക്കെയുള്ള തരത്തിലുള്ള വാർത്തകളൊക്കെയാണ് ഇപ്പോൾ നിറയുന്നത്. ഏതായാലും ഇപ്പോൾ പാകിസ്ഥാൻ പറയുന്നത് മനഃപൂർവ്വം ഇന്ത്യ ചെയ്തതാ എന്ന് തന്നെയാണ്. അവർ ജലയുദ്ധം തുടങ്ങിയിരിക്കുന്നു. അപ്പം അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഇനിയിപ്പോൾ ആണവ യുദ്ധത്തിന് ഞങ്ങൾ തയ്യാറെടുക്കുകയാണ്. അപ്പം ഒരു പാക് മന്ത്രി ഹനീഫ് അബ്ബാസി എന്ന് പറയുന്ന പാക് മന്ത്രി ഇന്നത്തെ വാർത്തയിൽ നമ്മൾ കേൾക്കാനിടയായി 130 ആണവായുധ മിസൈലുകൾ ഇന്ത്യക്ക് വേണ്ടി മാത്രം ചുരുക്ക് കൂട്ടിയിരിക്കുന്നു. അപ്പോൾ പണ്ട് എനിക്കിത് ഓർമ്മ വരുന്നത്, പണ്ട് നമ്മുടെ പ്രധാനമന്ത്രി ഇപ്പോഴത്തെ മോദി ഈ മിസൈലെല്ലാം കൂടെ വെള്ളത്തിൽ മുങ്ങിപ്പോവാതെ, അതാ മോദി പറഞ്ഞ ഒരു വാക്കുണ്ട്, ഇതൊക്കെ എന്തിനാണ് ദീപാവലിക്ക് പൊട്ടിക്കാൻ വെച്ചേക്കുന്നത്. അപ്പൊ എന്തായാലും ഇത് വെള്ളത്തിലെല്ലാം തണുത്ത് ഇതാവാൻ സാധ്യതയുണ്ട്. അപ്പം ഈ പാകിസ്ഥാൻ ഭയങ്കര രോദനങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുക, ഞങ്ങൾ ആണവായുധം ഇപ്പം ഇന്ത്യക്കെതിരെ പ്രയോഗിക്കും, അങ്ങനെയാണ് ഇങ്ങനെയാണ്. പക്ഷേ ഇതെല്ലാം ഇങ്ങനെ പറയുമ്പം തന്നെ ചെറിയൊരു ഷട്ടർ പോക്കിയതേ ഉള്ളൂ, ചെറുതായിട്ടൊന്ന് പോക്കിയതേ ഉള്ളൂ, അവിടെ വെള്ളത്തിനടിയിലായി. ഏതായാലും പ്രദേശവാസികൾ നമുക്കറിയാം, ആ ഒരു നദിയുമായി ചലം നദിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു പാക് അധീന പ്രദേശങ്ങളിലെല്ലാം കൂടുതൽ കൃഷി സംബന്ധമായിട്ടുള്ള ആൾക്കാരും കൃഷിക്കാരും ഒക്കെയാണ് താമസിക്കുന്നത്. അങ്ങനെ അവരുടെ ഒരു കൃഷിയും ബാക്കിയുള്ള കാര്യങ്ങളുമായിട്ട് നമ്മളിപ്പോൾ അവിടുത്തെ പ്രദേശവാസികളെ കുറ്റം പറയാൻ പറ്റില്ലല്ലോ. ഇവിടുത്തെ തീവ്രവാദികളുടെ കൂട്ടത്തിൽ അവരെ പെടുത്താൻ പറ്റുന്നുണ്ട് അല്ല, അവരെല്ലാം വളരെ ബുദ്ധിമുട്ടാവുകയും ഇനി മാത്രമല്ല മത്സ്യബന്ധനം. അങ്ങനെ പറയുമ്പോഴും ഇന്ത്യയിലെ സാധാരണക്കാരായ ടൂറിസ്റ്റുകളെയാണ് കൊലപ്പെടുത്തിയത്. അതെ അതെ. അപ്പൊ അവരെ പിന്തുണയ്ക്കുക, അല്ലെങ്കിൽ അവർ തന്നെ പിന്തുണയ്ക്കേണ്ട യാതൊരു കാര്യമില്ല. പക്ഷേ സർക്കാരിനെതിരെ അവിടെ ജനങ്ങൾ സംഘടിച്ച് പ്രതിഷേധം സംഘടിപ്പിക്കുക, അല്ലാത്ത പക്ഷം ഇന്ത്യ എന്താണോ നൽകുന്നത്. ശ്രീജിത്തെ, അവരുടെ സർക്കാരിനെതിരെ തന്നെ ഇപ്പൊ അവിടുത്തെ ജനങ്ങളാണ് ഇറങ്ങിയിരിക്കുന്നത്. നമുക്ക് തന്നെ അറിയാം, പലരും പറഞ്ഞിട്ടുണ്ട് പാകിസ്ഥാനിലോട്ട് പോകുന്നത് സാധാരണ ഒരു ടൂറിസ്റ്റുകാർ പോകുമ്പോൾ തന്നെ അവിടെ ഭയമാണ്, ഈ ഭീകരരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അപ്പൊ അവിടുത്തെ ജനങ്ങളുടെ ഇടയിൽ തന്നെ ഇവർക്കെതിരെ ഭിന്ന അഭിപ്രായങ്ങളാണ്. കാരണം അവരെ തന്നെ അവിടെ വെച്ച് പൊറപ്പിക്കുന്ന തരത്തിലല്ലേ, അവർക്ക് ജീവിക്കാൻ ഉള്ള സാഹചര്യം ഇവർ ഉണ്ടാക്കുന്നില്ല. പലപ്പോഴും നമുക്കറിയാം കഷ്ടപ്പാടും ദുരന്തവും അല്ലെങ്കിൽ പട്ടിണിയും ദാരിദ്ര്യവും ഒക്കെയാണ്. എന്നിട്ടാണ് ഇവർ ഈ ഉള്ള ബാക്കി കിട്ടുന്ന ഇവരുടെ ധനമെല്ലാം ഇതിനു വേണ്ടി ഭീകര പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അവർ വിനിയോഗിക്കുന്നത്. അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി ഇവർ യാതൊരു തരത്തിലും വിനിയോഗിക്കുന്നില്ല. അവിടെ ഈ മന്ത്രിസഭ മന്ത്രി എന്നൊക്കെ ഉണ്ടെന്നുള്ളതേ ഉള്ളൂ. പക്ഷെ കൂടുതലും ഭരണം നടത്തുന്നത് ഈ പട്ടാളക്കാരാണ്. അവിടുത്തെ പട്ടാളം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഭീകരർ തന്നെയാണ്. ഇവരാണ് അവിടുത്തെ ഇത് എങ്ങനെ ജനങ്ങൾക്ക് എന്ത് കൊടുക്കണം, എന്ത് ചെയ്യണോ എന്നുള്ള രീതിയിൽ തീരുമാനിക്കുന്നത്. അവിടെ മന്ത്രിയൊക്കെ എന്ന് വെച്ചാൽ വെറും ഡമ്മി എന്ന് തന്നെ പറയാനുള്ളൂ. അപ്പോൾ അത്തരത്തിൽ ഈ ഒരു ഭരണകൂടത്തെയും കൊണ്ട് ജനങ്ങൾ തന്നെ വല്ലാത്തൊരവസ്ഥയിലാണ്. അവർ ചിലപ്പോൾ പലപ്പോഴും കൊതിക്കുന്നുണ്ടായിരിക്കും, ഒന്ന് ഇന്ത്യയിൽ വന്നാൽ മതിയായിരുന്നു, അന്ന് പോകണ്ട. ചിലപ്പോൾ തലമുറകളെ പ്രാകുന്നുണ്ടായിരിക്കും, ഇത്രയും ഒരു നശിച്ച നാട്ടിൽ എന്തിനു ജീവിക്കുന്നു എന്നുള്ള തരത്തിൽ. നമുക്ക് തന്നെ അറിയാം, ഇന്ത്യയിലെ ഒരു അവിടെ ഹിന്ദു ന്യൂനപക്ഷമൊന്നുമില്ല, വിരലിൽ എണ്ണാവുന്ന ഹിന്ദുക്കളേ ഉള്ളൂ. ബാക്കി എല്ലാവരും ഇത്തരത്തിൽ യുവമാരെ വധിച്ചിട്ടുണ്ടായിരിക്കാം, അവരൊക്കെ മൺമറഞ്ഞു പോയിട്ടുണ്ടായിരിക്കാം. അത്തരത്തിൽ ഒരു മതവർഗീയ വിഷമാണ് ആ പാകിസ്ഥാനിൽ മൊത്തമുള്ള മതഭീകരത എന്ന് തന്നെയാണ്. നമുക്ക് തന്നെ അറിയാം, ഹമാസ് ഉൾപ്പെടെയുള്ളവർ ഇവർക്ക് കൂട്ടാണ്, ഇവർ തമ്മിൽ വലിയൊരു ലിങ്കുണ്ട്, കാര്യങ്ങളും ഒക്കെയുണ്ട്. പലരും ഇപ്പോൾ ഈ ഒരു ഇതുമായി ബന്ധപ്പെട്ട് ചിലരൊരു സമന്വയ നടപടികൾക്കൊക്കെ വരുന്നുണ്ട്. ഇന്ത്യയും ചർച്ചകളിലൂടെ പരിഹരിക്കുക എന്ന്. അത് നമുക്ക് ആ ഒരു ചർച്ചയിലൂടെ പരിഹരിക്കുക എന്ന് പറയുമ്പം തന്നെ അറിയാം, ഈ ഒരു കരാറ് സിന്ധു ജലനദി കരാർ നിർത്തലാക്കിയത് കൊണ്ടുള്ള പലരുടെയും
പരാക്രമണം നിലവിലുള്ള പാകിസ്ഥാനെ പിന്തുണയ്ക്കുക. കാരണം അത് നിർത്തലാക്കിയ ജനങ്ങൾ കുടിവെള്ളം പോലും കിട്ടാതെ പട്ടിണി അവസ്ഥയിലാവും. അത് പാകിസ്ഥാനെ വളരെ ബാധിക്കും. അങ്ങനെയാണെങ്കിൽ സുഹൃത്തുക്കൾക്ക് അത് സങ്കടം വരുമല്ലോ. അതിനാണ് ചർച്ചയ്ക്കിരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അപൂർവം ചില രാജ്യങ്ങൾ വരുന്നത്. പക്ഷെ ബാക്കിയുള്ള വമ്പൻ ശക്തികളെല്ലാം തന്നെ നമ്മുടെ ഇന്ത്യക്ക് ബലമായിട്ട് തന്നെ കരുത്തുറ്റതോടുകൂടി തന്നെ നിൽപ്പുണ്ട്. കാരണം അവർക്കറിയാം ഭീകരവാദികൾ, ഈ ഇസ്ലാമിക് ഭീകരവാദികളുള്ള രാജ്യങ്ങളെ നശിപ്പിക്കണം എന്ന് തന്നെ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അവർ ഒപ്പം തന്നെ നിൽക്കും. കാരണം ഈ ഒരു തീവ്രവാദം നശിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് എല്ലാ സമ്പദ് വ്യവസ്ഥയിലുള്ള എല്ലാ രാജ്യങ്ങളെയും ബാധിക്കുന്ന ഒരു കാര്യമാണ്, ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ റഷ്യ ആണെങ്കിലും ഇസ്രായേലാണെങ്കിലും അവരൊക്കെ അതിൻ്റെ ദുരന്തങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഫൈറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിലും ഇപ്പോൾ ഇസ്രായേൽ തന്നെ പലപ്പോഴും ഫൈറ്റ് ചെയ്ത് അവർ നിൽക്കുന്നുണ്ട്, അവരുടെ അടുത്ത് അടുക്കാതിരിക്കുക. പക്ഷെ എത്രയോ ജനങ്ങളാണ് ഇതിൽ ഈ ഒരു ഭീകരന്മാരുടെ കൈകളിൽ അകപ്പെട്ടത്. അപ്പം ഇത്രത്തോളം ഒരിടത്ത് ഇനി സംഭവിച്ചു കഴിഞ്ഞാൽ സംഭവിക്കാതിരിക്കാൻ ഇത്തരത്തിലുള്ളവരെ ഉന്മൂലനം ചെയ്യാൻ തന്നെയാണ് ഈ രാജ്യങ്ങളുടെ ഒറ്റക്കെട്ടായിട്ടുള്ള തീരുമാനം. അതിന് പക്ഷേ ചില കാര്യങ്ങൾ ഐക്യരാഷ്ട്രസഭ ഇപ്പോൾ ചില കാര്യങ്ങൾ തീരുമാനത്തിൽ പുറകോട്ട് നിൽക്കുന്നുണ്ടെങ്കിലും പക്ഷേ കാരണം അതറിയാം, നമുക്കറിയാം രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ തിക്താനുഭവങ്ങളെല്ലാം എല്ലാ ലോകരാജ്യങ്ങളും അനുഭവിച്ചതാണ്. ഇനി ഒരു മൂന്നാം ലോക മഹായുദ്ധം എവിടെയെങ്കിലും ഇപ്പോൾ നമുക്കറിയാം ഇസ്രായേൽ ഹമാസ് യുദ്ധം, റഷ്യ ഉക്രൈൻ യുദ്ധം, ഇങ്ങനെയുള്ള അവിടെയുള്ള യുദ്ധങ്ങൾ പൊട്ടിപ്പുറപ്പെടുമ്പോൾ സമാധാന രാജ്യം എന്നുള്ളതാണ് ഇന്ത്യ എപ്പോഴും പറയുന്നത്. അപ്പോൾ ഇന്ത്യയും ഇനിയൊരു ചെറിയ യുദ്ധത്തിലേക്കൊക്കെ കടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അറിയത്തില്ല, മുസ്ലിം രാഷ്ട്രങ്ങളെല്ലാം ഒന്നാവുകയും ബാക്കിയുള്ള രാജ്യങ്ങൾ തമ്മിലൊക്കെ ഒരു ഇത് വരുമ്പം അത് വലിയൊരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്കൊക്കെ പോകാതിരിക്കാൻ. പാകിസ്ഥാന് സമീപത്തുള്ള അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാനെതിരാണ്. അവർ നിരന്തരം ആക്രമണങ്ങൾ തുടർച്ചയായി തന്നെ നടക്കുന്നു. അതോടൊപ്പം തന്നെ പാകിസ്ഥാന്റെ ഉള്ളിൽ തന്നെ അവർ പ്രതിസന്ധിയിലാണ്. ബലൂചിസ്ഥാനുള്ള ഒരു പ്രദേശമുണ്ട്. ആ പ്രദേശം അവർ സ്വന്തമായി രാജ്യമാകാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി പാകിസ്ഥാൻ ആക്രമിക്കുന്നു. എന്തായാലും അങ്ങനെ ഒരു ആക്രമണം ഉണ്ടാകുകയാണെങ്കിൽ ഒന്നുകിൽ ചൈനയോ തുർക്കിയോ ഇറാനോ മാത്രമായിരിക്കും അവരെ പിന്തുണയ്ക്കുക. അല്ലാതെ മറ്റു ഒരു മുസ്ലിം രാജ്യങ്ങളും ഈ പാകിസ്ഥാനെ പിന്തുണയ്ക്കില്ല എന്ന് പറയുമ്പോഴും നമുക്കറിയാം ഒരു യുദ്ധം വന്നു കഴിഞ്ഞാൽ ഇവരാരെയൊക്കെ എങ്ങനെയൊക്കെ സ്വാധീനിക്കുന്നുണ്ട്, എത്തരത്തിലാണ് എന്നുള്ളത് നമ്മൾ പോലും ചിന്തിക്കാത്ത തരത്തിലായിരിക്കും പെട്ടെന്ന് രാജ്യങ്ങൾ മറിയുന്നത്. അവരവരുടെ നേട്ടങ്ങൾക്ക് അല്ലെങ്കിൽ അവരുടെ സേഫായിട്ടുള്ള കാര്യങ്ങളുടെ അവരുടെ രാജ്യത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയേ നിൽക്കത്തുള്ളൂ. ഇപ്പോൾ അമേരിക്കയ്ക്ക് വിരോധമായിട്ടുള്ള ഒരുപാട് രാജ്യങ്ങളുണ്ട്. അപ്പോൾ അമേരിക്ക ഇന്ത്യയെ പിന്തുണയ്ക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഈ രാജ്യങ്ങളെല്ലാം സൗഹൃദമായിരിക്കും. ഇന്ത്യ അങ്ങനെ തന്നെയാണ്, ആ ഒരു നിലപാടിൽ തന്നെയാണ് എപ്പോഴും ഇന്ത്യ നിലനിൽക്കുന്നത്. പക്ഷേ പലപ്പോഴും ഈ ഒരു യുദ്ധങ്ങളിലേക്ക് പോകുമ്പോഴേക്കും ഈ രാജ്യങ്ങൾ സൗഹൃദ രാജ്യങ്ങൾ ചിലപ്പോൾ മറ്റു എതിർ രാജ്യത്തിനോട് ചേരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഒരു യുദ്ധത്തിലേക്ക് കടക്കണ്ട എന്നുള്ള തരത്തിലായിരിക്കാം ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെ ചില തീരുമാനങ്ങളിൽ കർശനമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്. പക്ഷേ ഇതിപ്പോൾ ഒരു ജലയുദ്ധം ആരംഭിച്ചു എന്നുള്ള തെറ്റായ, ഇപ്പോൾ ഇന്ത്യ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഇനി ജലയുദ്ധമാണോ എന്നും നമുക്കറിയില്ല. കാരണം ഇപ്പോൾ പ്രധാനമായിട്ടും ഞാൻ ഇന്ന് വായിച്ചൊരു ചെറിയൊരു കണ്ടറിയൽ ശരിയാണോ എന്ന് അറിഞ്ഞുകൂടാ. കേന്ദ്ര സർക്കാരിൻ്റെ ഇതിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ചെറിയ നോട്ടീസാണ്. മാധ്യമങ്ങൾ പോലും ഇവിടെ നടക്കുന്ന പല കാര്യങ്ങളും പുറത്തേക്ക് വിടരുത്, അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ വിടരുത്, ഊഹാപോഹങ്ങൾ പുറത്തേക്ക് വിടരുത് എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങൾ ഒരു കണ്ടന്റ് വന്നിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഊഹാപോഹങ്ങൾ അല്ലെങ്കിൽ നമ്മളുടെ രാജ്യത്ത് ഇങ്ങനെ നടക്കും അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും ഇന്ത്യ ഇതിന് പ്രതികരിച്ചിട്ടില്ല. ഇത് ജലയുദ്ധമാണോ ഇല്ലയോ എന്നുള്ളത് ഇന്ത്യ പ്രതികരിച്ചിട്ടില്ല. പക്ഷെ പാകിസ്ഥാൻ ഉറപ്പാണ് ഇത് ജലയുദ്ധം തുടങ്ങി. അപ്പോൾ ഒറ്റ യുദ്ധത്തിൽ ഒരു പ്രദേശം മുഴുവൻ ഇപ്പോൾ ഒലിച്ചു പോയി. ഒരു ചെറിയ ഷട്ടർ ഒന്ന് തുറന്നതേ ഉള്ളൂ, ഒരു പ്രദേശം മുഴുവനും ഒലിച്ചു പോയി. അപ്പോൾ പല ഷട്ടറുകളൊന്ന് തുറന്ന് തന്നെ ഒരു ജലയുദ്ധം, അതായത് ഈ ഒരു ജലയുദ്ധത്തിലൂടെ തന്നെ പാകിസ്ഥാനെ തരിപ്പണമാക്കാൻ ഇന്ത്യക്ക് പറ്റും. അല്ലാതെ ഈ 130 ആണവ മിസൈലൊന്നും ഇന്ത്യക്ക് വേണ്ട. ഇന്ത്യയുടെ മിസൈലുകളൊക്കെ ഒരെണ്ണം പോലും മിസ്സാവാതെ സൂക്ഷിക്കാൻ ഇന്ത്യക്ക് അറിയാം. ഈ ഒരു യുദ്ധം ജലയുദ്ധത്തിലൂടെ തന്നെ ഇന്ത്യക്ക് തീർക്കാവുന്നേ ഉള്ളൂ. അല്ലെങ്കിൽ എന്താ പറയുന്നത്, നമുക്ക് തന്നെ ചിന്തിക്കാവുന്നേ ഉള്ളൂ ഇവരെന്തിനാണോ എന്തോ ഇങ്ങനെ വെറുതെ മുക്കറയിടുന്നത്. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇന്ത്യയുടെ ജനങ്ങളൊന്ന് ഇറങ്ങി തിരിച്ചാൽ മതി ഇത് തരിപ്പണമാവാൻ. ഏതായാലും യുദ്ധം അല്ലെങ്കിൽ തിരിച്ചടികൾ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. തന്നതിന് ഇരട്ടിയായിട്ടുള്ള നല്ല തിരിച്ചടികൾ ഇന്ത്യ കൊടുക്കുക തന്നെ ചെയ്യും. അതിൻ്റെ ചില പ്രാരംഭ ലക്ഷണങ്ങളും ആകാം ഇത്.